സിറോ മലബാർ സഭയിലെ ഏകീകരിച്ച കുർബാന ക്രമം ഇന്ന് മുതൽ നടപ്പാക്കുകയാണ്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം പരിഹരിച്ചെങ്കിലും അനിശ്ചിതത്വം ഒഴിവായിട്ടില്ല. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, കുർബാന ഏകീകരണം എല്ലാ പള്ളിയിലും നടപ്പാക്കുന്നുണ്ടോ? പാർവതി, സിറോ മലബാർ സഭയിൽ കുർബാന ഏകീകരണം ഇന്നു മുതൽ നിലവിൽ വരണമെന്നാണ് സഭ അനുശാസിക്കുന്നത്. അതിനുള്ള ഒരു തീരുമാനങ്ങളും കാര്യങ്ങളുമാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലായിരുന്നു ഇത് സംബന്ധിച്ചൊരു തർക്കവും കാര്യങ്ങളും നിലനിന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ഒരു ശ്രമങ്ങൾ അനുരഞ്ജനത്തിലേക്ക് ഏതാണ്ട് അത് പൂർണ്ണമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായും ആ രീതിയിലേക്ക് മാറുമോ എന്ന് ഇന്ന് അറിയാനേ സാധിക്കുകയുള്ളൂ. ഇന്ന് ഏതെങ്കിലും ഒരു കുർബാന പൂർണ്ണമായും സിനഡ് നിർദ്ദേശിക്കുന്ന രീതിയിൽ ഏകീകരിച്ച കുർബാന ആയിരിക്കണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. അത് ഇതുവരെയും പല പള്ളികളിലും ഇന്നിപ്പോൾ 3 കുർബാന വീതമുള്ള ഇന്ന് സെന്റ് തോമസ് ഡേ ആണ് എന്നുള്ളത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ കുർബാന ആ രീതിയിലേക്ക് പലയിടത്തും എത്തിയിട്ടില്ല. എങ്കിലും വൈകാതെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെയും കുർബാന ഏകീകരിച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതെങ്കിലും വിശ്വാസികൾ ഇതിന് എതിർപ്പ് ഉയർത്തുന്നുണ്ടെങ്കിൽ പഴയതുപോലെ ജനാഭിമുഖം തന്നെയാകും എന്നാണ് അൽമായ മുന്നേറ്റം അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇതുവരെയും പല പള്ളികളിലും ജനാഭിമുഖം തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏകീകരിച്ച കുർബാന ഇന്നത്തെ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുമോ എന്നത് വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയാനായിട്ട് സാധിക്കുക. ഇപ്പോൾ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ സഭയുടെ അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ കുർബാന പുരോഗമിക്കുകയാണ്. പാർവതി, സിറോ മലബാർ സഭയിലെ ഏകീകരിച്ച കുർബാന ക്രമം ഇന്നു മുതൽ നടപ്പാക്കുകയാണ്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം പരിഹരിച്ചെങ്കിലും അനിശ്ചിതത്വം ഒഴിവായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ.